വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ ലൂക്ക രചിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 22, 66 മുതൽ 71 വരെയുള്ള വാക്യങ്ങൾ. ന്യായാധിപ സംഘത്തിന്റെ മുൻപാകെ പ്രഭാതമായപ്പോൾ പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ഉൾപ്പെടുന്ന ജനപ്രമാണികളുടെ സംഘം സമ്മേളിച്ചു. അവർ അവനെ തങ്ങളുടെ സംഘത്തിലേക്ക് കൊണ്ടുവന്ന് പറഞ്ഞു, നീ ക്രിസ്തുവാണെങ്കിൽ അത് ഞങ്ങളോട് പറയുക. അവൻ അവരോട് പറഞ്ഞു, ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുകയില്ല, ഞാൻ ചോദിച്ചാൽ നിങ്ങൾ ഉത്തരം തരുകയുമില്ല. ഇപ്പോൾ മുതൽ മനുഷ്യപുത്രൻ ദൈവശക്തിയുടെ വലതുവശത്തിരിക്കും. അവരെല്ലാവരും കൂടെ ചോദിച്ചു, അങ്ങനെയെങ്കിൽ നീ ദൈവപുത്രനാണോ? അവൻ പറഞ്ഞു, നിങ്ങൾ തന്നെ പറയുന്നുവല്ലോ ഞാൻ ആരെന്ന്. അവർ പറഞ്ഞു, ഇനി നമുക്ക് വേറെ സാക്ഷ്യമെന്തിന്? അവന്റെ നാവിൽ നിന്ന് തന്നെ നാം അത് കേട്ടു കഴിഞ്ഞു. യേശു കുറ്റക്കാരനായി വിധിക്കപ്പെടുന്നു. ഒരു രാത്രിയുടെ ശേഷിച്ച നീണ്ട മണിക്കൂറുകൾ പലതരത്തിലുള്ള പീഡനങ്ങൾ യേശുവിനെ ഏൽപ്പിക്കാനുള്ള ശ്രമത്തിലായിരുന്നു അവർ. പ്രഭാതമായപ്പോൾ ന്യായാധിപ സംഘത്തിന്റെ മുമ്പാകെ യേശുവിനെ എത്തിക്കുകയാണ്. ന്യായാധിപ സംഘത്തിന്റെ പ്രത്യേക ഒരു സമ്മേളനം വിളിച്ചുകൂട്ടപ്പെട്ടിരിക്കുന്നു. പുരോഹിത ശ്രേഷ്ഠരും ന്യായാധിപന്മാരും ജനപ്രതിനിധികളും ഒക്കെ അവിടെ സമ്മേളിച്ചിട്ടുണ്ട്. യേശുവിനെ വിസ്തരിക്കുന്നതിന് വേണ്ടി അവിടേക്ക് കുറ്റവാളി എന്ന രീതിയിൽ അയക്കപ്പെടുന്നു. യേശുവിനോട് ചോദിക്കുന്നു, നീ ക്രിസ്തുവാണെങ്കിൽ ഞങ്ങളോട് തുറന്നു പറയുക. ഈ ചോദ്യത്തിന് ഉത്തരമെന്ന രീതിയിൽ യേശു സ്ഥാപിക്കുന്നു, ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുകയില്ല. ഞാൻ എന്തെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ ഉത്തരം പറയുമെന്നും എനിക്ക് പ്രതീക്ഷയില്ല. ഇന്നു മുതൽ മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്നത് നിങ്ങൾ കാണും എന്ന് യേശു പറഞ്ഞപ്പോൾ ഉടനെ തന്നെ അവർ ചോദിക്കുന്നു, അപ്പൊ നീ ദൈവപുത്രനാണെന്നാണോ പറയുന്നത്? യേശുവിന്റെ അതിനുള്ള ഉത്തരം നിങ്ങൾ തന്നെ അത് പറഞ്ഞു കഴിഞ്ഞു. ഈ ഉത്തരം കേട്ട ഉടനെ തന്നെ അവർ വിധി പ്രസ്താവിക്കുന്നു. യേശു ദൈവത്തിന്റെ പുത്രനാണെന്ന് സ്വയമായിട്ട് പറഞ്ഞിരിക്കുന്നു, ദൈവദൂഷണം പറഞ്ഞിരിക്കുന്നു. ഇനി വേറൊരു തെളിവ് നമുക്ക് ആവശ്യമില്ല എന്ന രീതിയിൽ എത്തിച്ചേരുകയാണ്. അങ്ങനെ യേശു തീർത്തും കുറ്റക്കാരനാണ് എന്ന വിധിയാണ് അവിടെ നടക്കുന്നതായിട്ട് നാം കാണുന്നത്.